ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എപ്പോഴും മക്കൾ ഓർക്കേണ്ടത്, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരിടത്ത് നിൽക്കുമ്പോൾ അവിടെ നടക്കുന്ന ആരാധനയാണ്. തന്നെയല്ല, ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ എന്ത് നിങ്ങൾ സമർപ്പിച്ചാലും ഈ മണ്ണിൽ വന്നു വരുമ്പോൾ ഇതിൻ്റെ വിഷയം ഒന്ന് മാറും. എന്നിട്ട് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ പറയണം, പ്രാർത്ഥിക്കണം. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള സൗഖ്യമാണ് നടക്കുന്നത്, സാക്ഷ്യം പറയണത്. അതായത് ആരാധന സമയത്ത് നമ്മൾ ഏതെങ്കിലും രോഗത്തിന് അവിടെ കൈവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പലർക്കും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനും അത് ആ രീതി ഫോളോ ചെയ്യണേ. നിങ്ങളിപ്പോഴ് കരൾ രോഗമുള്ളവർ, ഹൃദയ രോഗമുള്ളവർ, പങ്ക്രിയാസിക് രോഗമുള്ളവർ അവിടെ കൈവെക്കുക. എന്നിട്ട് പറയണം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിലാണ് സൗഖ്യത്തിനായി കൈവെക്കണമെന്ന് പറയണം. നെഞ്ചുവേദനക്കാർ ഇപ്പം തന്നെ ഹെലികോപ്റ്ററിലെ പിക്ക് ചെയ്ത പേഷ്യൻറ്റിനെ ശ്വാസകോശങ്ങളാണ് ഡയാലിസിസ് ചെയ്തത്. അപ്പം അത്രയും അക്യൂട്ടായിപ്പോയെന്ന് അർത്ഥം. ശ്വാസകോശങ്ങളെ ഡയാലിസിസ് ചെയ്യണത് ഇവിടെ ആദ്യമായിട്ടാണ് സാക്ഷ്യം പറയണത്. അപ്പം എന്തും നടക്കുന്ന ഒരു അവസ്ഥയിലായിട്ടാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾ വളരെ ശക്തമായ രീതിയിൽ, ഇപ്പം വയറ്റ് ഡിസ്ചാർജ് ഉള്ളവരുണ്ട്, അപ്പോൾ അവർ അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്. വയറ്റ് ഡിസ്ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കിൻ്റെ അസുഖം. ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായത് 18 കൊല്ലമായിട്ട് രോഗമാണ് ആ അസുഖപ്പെട്ടത്. ഇനി രക്തസ്രാവം തന്നെ ഉള്ളവരുണ്ടാകാം, അവരും അടിവയറ്റിൽ തന്നെയാണ് കൈവെക്കേണ്ടത്. അണ്ടാശയത്തിൽ കുരുക്കൾ, സിസ്റ്റ് ഉള്ളവരും അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ PCOD ഉള്ളവർ അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. ഇത് വെക്കുമ്പോൾ അതൊക്കെ പറയണം, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യനാഥനുടെയൊക്കെ ഞാൻ ഈ രോഗം സമർപ്പിക്കുന്നു. പറഞ്ഞേ, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ ഈ രോഗം ദിവ്യകാരുണ്യനാഥന് സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. രോഗമില്ല
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് തലവേദന ഉള്ളവരെ തലയിൽ കൈവെക്കുക. ചെന്നിയിൽ കൈവച്ചാൽ മതി, ഒരു കൈ വെച്ചാൽ മതി. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരുണ്ട്, ചെവിക്ക് കേൾക്കുറവുള്ള, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ തലയിൽ എന്തെങ്കിലും രക്തസ്രാവമോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റോ അല്ലെങ്കിൽ ബ്ലോക്കോ ഒക്കെ ഉള്ളവർക്ക് അവിടെ തന്നെ കൈവച്ചാൽ മതി. തൈറോയിഡ് ഉള്ളവർ, സ്പോണ്ടിലോസിസ്, ടോൺസൈറ്റ്, അവരെല്ലാം കഴുത്തിൽ കൈവെക്കുക. എന്നിട്ട് പറയുക, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ ഈ രോഗത്തെ സൗഖ്യത്തിനായി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന. ശ്വാസതടസ്സങ്ങൾ, അസ്ഥിക്കുഴകൾ ഉണ്ടാകുന്ന മരവിപ്പ്, അസ്ഥിയുടെ മജ്ജ ഊറ്റിപ്പോകുന്ന കാരണം ഉണ്ടാകുന്ന പൊള്ളൽ, വാതരോഗമുള്ളവർ ഒക്കെ സന്ധികളിലാണ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. കിഡ്നി രോഗമുള്ളവർ പതകിന് കൈവെക്കുക, അതായത് മുതുകിന് താഴെ ഭാഗത്ത്, അതായത് നമ്മളുടെ അരക്കെട്ടിൽ നിന്ന് ഒരു ചാൺ മുകളിൽ കൈവെക്കുക. പ്രാർത്ഥിക്കുക. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ രോഗസൗഖ്യത്തിനായി ഈ രോഗം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ സൗഖ്യത്തിനായി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. Lord Jesus, I command you in the name of Jesus Christ be healed. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ത്വക്ക് രോഗികളെ സ്പർശിക്കണമേ. വിശുദ്ധ രക്തത്താൽ ത്വക്ക് രോഗികളെ, വിസർപ്പ രോഗികളെ, സോറിയാസിസ് രോഗികളെ അങ്ങ് സ്പർശിക്കണമേ, കഴുകണമേ. കർത്താവേ, കർത്താവേ, വലിയ ശ്വാസം മുട്ടൽ, ആസ്മയുള്ള രോഗികളെ, ശ്വാസകോശങ്ങൾ, ഓ ഈശോയെ, വിശുദ്ധ രക്തത്താൽ കഴുകണമേ. വിട്ടുവിട്ടു വരുന്ന രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ, വർഷങ്ങളായി മാസങ്ങളായി മരുന്ന് കഴിക്കുന്ന മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നുള്ള മർക്കോസ് 14:36 ഇന്നത്തെ ധ്യാനഭജന. നമ്മളെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീടില്ലാത്ത അവസ്ഥ, സ്ഥലമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക കടങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥകൾ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കും. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ല. അത്ര കൺഫ്യൂഷനായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് പരിശുദ്ധാത്മാവ് നിറയാൻ അത്ര കൺഫ്യൂഷൻ വന്നാൽ അടിയന്തര നടപടി എന്താ? പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അടിയന്തര നടപടി എന്താ? വ്രണത്തിന് മുകളിൽ വെച്ച് കെട്ടുക എന്നുള്ളതാണ്, അല്ലേ? അതുപോലെ തന്നെയുള്ള മുറുക്കി കെട്ടണ്ട, പതുക്കെ കെട്ടണമെന്ന്. അതുപോലെ തന്നെയുള്ള വിഷയമാണ് അത്ര കൺഫ്യൂഷൻ വന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല വന്നാൽ അതിൻ്റെ നടപടി എന്താണ്? പരിശുദ്ധാത്മാവ് നിറയുകയാണ്. ആഴത്തിന് മേൽ അന്ധകാരം നിറഞ്ഞ് ഒരു രൂപവും ഇല്ലാതെ വന്നാൽ പിന്നെന്താണ്? ഒന്നിനും തുടങ്ങാൻ പരിശുദ്ധാത്മാവ് നിറയണം. അതാണ് ബൈബിൾ. അങ്ങനെ അത് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ തുടങ്ങണത്. വിശ്വാസിക്ക് അത്ര കൺഫ്യൂഷൻ വന്നാൽ ആത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണമെന്ന്. കാര്യം എന്ത് ചെയ്യണം? സ്ഥലം വിൽക്കണോ, എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. വിറ്റാൽ വീട് വെക്കാൻ പറ്റത്തില്ല, പക്ഷേ മകളെ കെട്ടിക്കണം. അതാ മകന് ജോലിക്ക് പൈസ കൊടുക്കണോ? അപ്പം എന്ത് ചെയ്യണമെന്നറിയാം, കൺഫ്യൂഷൻ വരും. അപ്പം കൺഫ്യൂഷനുള്ളവർ ചെയ്യേണ്ടത് എന്താണ്? അതിശക്തമായി ഇപ്പോൾ നമുക്കൊരു 5 ലക്ഷം രൂപയുണ്ട്, മകളെ കെട്ടിക്കണം. അത് മകന് ജോലിക്ക് കൊടുത്താൽ അവന് ജോലി കിട്ടിയാൽ ആ പൈസ കൊണ്ട് വീടും വെക്കാം, മകളെയും കെട്ടിക്കാം. പക്ഷേ അത് കിട്ടുമോ ഇല്ല അറിയത്തില്ല. അപ്പോൾ വന്ന കല്യാണം പോകുമല്ലോ, എന്തായാലും ആർക്ക് താമസിക്കണം, വീട് വേണ്ടേ, ഇങ്ങനെ കൺഫ്യൂഷനായി പോകും. അപ്പം ഇങ്ങനെ കൺഫ്യൂഷൻ കൂടി വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാർഗമാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോകുന്നവർക്ക് 72 മണിക്കൂറിനുള്ളിൽ ആന്തരിക ബോധം കിട്ടുന്ന ദൈവ തീരുമാനം ഉണ്ടാകാൻ, പരിശുദ്ധാത്മാവ് നിറയാൻ, അവിടെ സംഘർഷങ്ങളെ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out the Spirit. Touch with the fire finger. Soak with the precious blood. Lord, infuse your Spirit. Lord, infuse your Spirit of power and grace. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഭരിക്കും രോഗിക്ക് സഖ്യമാവാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഭരിക്കും രോഗിക്ക് സഖ്യമാവാം. മക്കളെ, വരുമാന മാർഗം മുട്ടിപ്പോയവർ, മുടിഞ്ഞു പോയവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മനുഷ്യരുടെ മുമ്പിലൊക്കെ അപമാനപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഉടമ്പടിയുടെ സബ്ജക്റ്റാണത്. അവർക്ക് വീഴുന്നില്ല എന്ന് പറയണത് മനുഷ്യരുടെ മുമ്പിൽ അപമാനപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ അർത്ഥം. ഇപ്പം ജപ്തി നടപടിയായാലും കേസായാലും ഇനി നിൻ്റെ കയ്യിൽ തന്നെയാണ് മിസ്റ്റേക്ക് എങ്കിലോ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മ ഒരു മാർഗം കണ്ടുപിടിക്കും.
വരുമാന മാർഗം ഇല്ലാത്തവർ, നഷ്ടപ്പെട്ടു പോയവർ, ഒരു വെടിക്കുള്ള മരുന്നുണ്ട്, അത് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ തീർന്ന് പട്ടിണി കിടക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് നീയെങ്കിൽ അതെന്തിന് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. കർത്താവേ, കണ്ണീരോടെ അങ്ങയുടെ അവകാശമോഹരിയുമാകുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അങ്ങയുടെ അഭിഷിക്തൻ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മ വഴി. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. Lord Jesus, pour out His Spirit. Touch with the fire finger. Soak with the precious blood. Lord, infuse the spirit of power and grace. കല്യാണ കേസുകൾ, വിവാഹത്തിൻ്റെ കേസുകൾ, നിങ്ങളുടെ മക്കൾ പൈശാചികമായ ആത്മാവ് നഷ്ടപ്പെടുത്തുന്ന പ്രണയബന്ധങ്ങളിൽ പോയി ചാടിയിരിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ സമർപ്പിക്കേണ്ടതും കൂടി സമയമാണ്. ആന്തരിക മുഴകളെയും സ്രാവമുള്ള രോഗങ്ങളെയും കർത്താവ് സുഖപ്പെടുത്തുന്ന അറിയിപ്പുണ്ട്. സ്തുതിയുടെ ഹല്ലേലൂയ. ആകാശ സഞ്ചാരം ചെയ്യുന്നവരെ സുരക്ഷിതത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഒരു വിമാനം അപകട നിലയിൽ താഴെ ഇറക്കി പട്ടാളം പോലെ ആളെ ചുറ്റും നിൽക്കുന്ന അറിയിപ്പ്. അപ്പോൾ ആകാശ സഞ്ചാരികളെ സുരക്ഷിതത്തിനായി സമർപ്പിച്ചുകൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. ഏതെങ്കിലും പ്രാർത്ഥന അച്ഛൻ ട്രേസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളുടെ ഏതെങ്കിലും പ്രാർത്ഥന അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഓർത്ത് സമർപ്പിച്ച പ്രാർത്ഥന ആവശ്യം
പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. ഈശോ നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എല്ലാത്തിനും നന്ദി പറയുക. നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഇന്നെന്നെ കർത്താവ് തൊട്ട് ഇന്നെന്നെ അനുഗ്രഹിച്ച് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു. കർത്താവേ, അതിനേക്കാൾ ഉപരി എനിക്ക് ഈ പുണ്യഭൂമിയിൽ കാലുകുത്താൻ സാധിച്ചല്ലോ കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ. നന്ദി 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 യേശുവേ. നന്ദി കർത്താവേ. യേശുവേ നന്ദി കർത്താവേ. സ്തുതി കർത്താവേ. സ്തോത്ര കർത്താവേ. ആരാധന കർത്താവേ. മഹത്വം കർത്താവേ. ഓ ജീസസ്. യേശുവേ നന്ദി കർത്താവേ. യേശുവേ ആരാധന 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 ആരാധന. ദൈവമേ ഒത്തിരി ഒത്തിരി നന്ദി കർത്താവേ. എൻ്റെ ഈശോയേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാനങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഈ അഴ്ത്തരിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള ഭാഗ്യം തന്നതിനായി അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഗീതകുമാരി. ഞാൻ നെയ്യാറ്റിൻകര രൂപതയെന്ന് കണറുള്ള ഇടയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 16/9/2022 എനിക്ക് വർഷങ്ങൾ കൊണ്ട് ബ്ലീഡിങ് ആയിരുന്നു. ആ ബ്ലീഡിങ് ആയിരുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കാണിക്കാൻ അങ്ങനെ ഒന്നും പോയിരുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ സേനയിലൊന്ന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ തന്നെ വയറ്റിലൊക്കെ പൊട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആശുപത്രിയിൽ പോയിരുന്നില്ല. അങ്ങനെ ഇരുന്ന കുറച്ച് ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഇവിടെ അമ്മയുടെ സേനയിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായ വയറുവേദന ഉണ്ടാവുകയും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഇതൊന്നും എനിക്ക് മാറ്റിത്തരണം, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. ഞാനും എനിക്ക് പരിചയത്തിലുള്ള കുറച്ച് പേരും കൂടെ ഇങ്ങനെ വിശാലമായ ഒരു റോഡിലൂടെ നടന്നു പോവുകയാണ്. അവിടെ സൈഡിൽ കൂടെ ഒരു വലിയ ഒരു പുഴ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ റോഡ് അവസാനിച്ച സമയത്ത് എനിക്ക് പിന്നെ പോകാൻ വഴിയില്ലാതായി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ ആരുമില്ല. ഞാൻ അവിടെ നിന്ന് ചാടിയാൽ താഴത്തെ കുറച്ച് മണൽത്തിട്ടയുണ്ട്. ആ മണൽത്തിട്ടയിൽ ഞാൻ വീഴും. എന്നാലും ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി എങ്ങനെയോ പറ്റിപ്പിടിച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ കയറി നടന്ന് ഇങ്ങനെ പോന്നപ്പോൾ ഞാൻ വീണപ്പോൾ ആ സൈഡിൽ മൺതിട്ടയിൽ ഞാൻ പിടിച്ചങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ എനിക്ക് അവിടെ ഭയങ്കരമായിട്ടുള്ള ഈ കരിങ്കല്ലുകൾ കൊണ്ട് നിറഞ്ഞ് കിടന്ന സ്ഥലമായിരുന്നു. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു, ദൈവമേ, ഞാനിപ്പോൾ ഇവിടെ വീഴുകയാണെങ്കിൽ ഞാൻ മരിക്കും. അവിടെ മണൽ കിടന്ന സ്ഥലത്ത് ഞാൻ ചാടിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാൻ കരയുന്ന സമയത്ത് എൻ്റെ നേരെ ഒരു കൈ ഇങ്ങനെ വന്നു. നല്ല വെളുത്ത സുന്ദരമായ ഒരു കൈ, ആ വെള്ള ഉടുപ്പിട്ട കൈയാണ്. അപ്പോൾ ഞാൻ എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ കൈ കൊടുത്തില്ല. എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഈശോ ഇത് ആരാണെന്നിങ്ങനെ ഞാൻ ചോദിച്ച സമയത്ത് എനിക്ക് ചുവന്ന ഷോള് കയ്യിൽ കൂടെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈശോയാണെന്ന്. ഞാൻ പെട്ടെന്ന് കയ്യിൽ കയറി പിടിച്ചു. എൻ്റെ കർത്താവ് എന്നെ അവിടെ നിന്ന് താങ്ങി മുകളിൽ നിർത്തി. അതോടെ സ്വപ്നം മാറി. അങ്ങനെ ഇരുന്ന സമയത്ത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ കഠിനമായ വേദന വരുമായിരുന്നു. ഞാൻ അങ്ങനെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി.
അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് പിന്നെ മൂത്രം ടെസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ മൂത്രത്തിൽ പഴുപ്പാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതിനുള്ള ഇഞ്ചക്ഷനും മരുന്നും തന്ന് വിട്ടയച്ചു. എന്നിട്ടും എൻ്റെ വേദന കുറഞ്ഞില്ല. ഞാൻ വൈകുന്നേരം വേറെ അടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി. അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞതാണെങ്കിൽ എന്തായാലും സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ വരണം, എത്രയും പെട്ടെന്ന് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് സ്കാനിങ് എടുക്കാൻ പോയിട്ട് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ, ഗവൺമെൻറ് ആശുപത്രിയിൽ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ SIT ആശുപത്രിയിൽ പോകണം, ഇവിടെ അതിനുള്ള ചികിത്സയൊന്നുമില്ല, നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഓപ്പറേഷൻ വേണ്ടി വരും. എന്നിട്ടും ഞാൻ കാര്യമാക്കുന്നില്ല. അന്ന് പിറ്റേന്ന് ഞങ്ങൾ കുറച്ച് പേരുടെ കൃപാസനത്ത് വരുവാൻ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ട്രെയിൻ വിട്ടുകയറുന്ന ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് എന്തായാലും കൃപാസനത്തിൽ വരണം, എനിക്കൊരു വേദനയും ഉണ്ടാവരുത്. അങ്ങനെ എനിക്ക് ശനിയാഴ്ച അന്ന് കൃപാസനത്തിൽ വരാൻ പറ്റി. ഒരു വേദനയും ഉണ്ടായില്ല. ഇവിടെ വന്ന് അച്ഛനെ കാണുവാനും അച്ഛൻ തലയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഒരു കാശുരൂപവും തന്നു. ഉടമ്പടി തൈലം കൊണ്ട് വയറ്റിൽ കുരിശടയാളം വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി. ഞായറാഴ്ചയും അതുപോലെ പള്ളിയിൽ പോകാനും ഒരു വേദനയില്ലായിരുന്നു. തിങ്കളാഴ്ച വെളുപ്പിന് ഭയങ്കരമായ വേദനയുണ്ടായി. അങ്ങനെ ഞങ്ങൾ SIT ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് ടോക്കൺ എടുക്കാൻ തന്നെ അവർ സമ്മതിച്ചില്ല. അതിനു മുമ്പ് ഡോക്ടർമാരുടെ അടുത്ത് എന്നെ കയറ്റി. അപ്പോൾ ഉടനെ അവർ സ്കാനിങ് റിപ്പോർട്ടും എല്ലാം വാങ്ങി നോക്കിയപ്പോൾ അവർ ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങൾ അഡ്മിറ്റ് ആവാൻ പോയതല്ല, ഡോക്ടറെ കണ്ടിട്ട് തിരിച്ച് പോരാമെന്ന് പറഞ്ഞ് പോയതാണ്. അവർ ഉടനെ അഡ്മിറ്റാക്കി. അന്ന് വൈകുന്നേരമായപ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഞാൻ ഈശോയും മാതാവും ഞാനും ഉണ്ട്. ഞങ്ങൾ ഒരു ഉയർന്ന സ്ഥലത്ത് നിൽപ്പുണ്ട്. പക്ഷേ എനിക്ക് വേറെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈശോയുടെ കയ്യിൽ ഒരു പച്ച ഒരു ഫയൽ ഇരിപ്പുണ്ട്. ആ ഫയലെടുത്ത് ഈശോ മാതാവിൻ്റെ കയ്യിലോട്ട് വെച്ചു കൊടുത്തു. മാതാവ് എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നു. അതോടെ ആ സ്വപ്നം അങ്ങ് മാറി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താണ് ഇതിൻ്റെ സ്വപ്നത്തിൻ്റെ കാര്യം? അന്ന് മുതൽ എനിക്ക് ഒത്തിരി ചെക്കപ്പുകൾ നടക്കുകയാണ്. MRI സ്കാനിങ്ങും എക്കോയും എല്ലാം ഒക്കെ എടുത്തു. എല്ലാം അവിടെ ആരെങ്കിലും ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അവർ ഡേറ്റ് കൊടുത്ത് ഓപ്പറേഷന് അവർ എടുക്കത്തുള്ളൂ. പക്ഷേ എന്നെയാണെങ്കിൽ അവർ വ്യാഴാഴ്ചയാണ് ഓപ്പറേഷൻ ഡേറ്റ്. ഒരു കുഴപ്പമില്ലാതെ എൻ്റെ ഈശോ എനിക്ക് തന്ന, അമ്മ വഴി എനിക്ക് തന്ന ആ ഫയൽ പോലെ തന്നെ എല്ലാ ചെക്കപ്പിലും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഓപ്പറേഷനെ എന്നെ കയറ്റി. 15 പേരുള്ള ഓപ്പറേഷനിൽ ഏറ്റവും ആദ്യം എൻ്റെ ഓപ്പറേഷനാണ് നടന്നത്. എനിക്ക് ഓർമ്മയുണ്ടായ സമയത്ത് 3 ഡോക്ടർമാർ വന്ന് എന്നോട് ചോദിച്ചു, അമ്മേ നിങ്ങളുടെ വയറ്റിൽ ഇതെന്താണ് ഇത്രയും മാത്രം കറുത്ത തടിപ്പ് ഇങ്ങനെ തൂങ്ങിക്കിടന്നിരുന്നത്, ഇത് എങ്ങനെ നിങ്ങൾ സഹിച്ചു? അപ്പോൾ അവർ തന്നെ പറയുകയാണ്, ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഇത്, എങ്ങനെ നിങ്ങൾക്ക് ഇത് സഹിച്ചുകൊണ്ട് നടക്കാൻ പറ്റി? അവിടെയും എൻ്റെ ഈശോയും അമ്മയും കൂടെ എനിക്ക് പരിപൂർണമായി നല്ല രീതിയിൽ സൗഖ്യം തന്നു. എന്നിട്ട് അവർ ബയോപ്സിക്ക് അതിനെ അയച്ചപ്പോൾ അതിൽ യാതൊരു കുഴപ്പമില്ലാതെ ദൈവം എന്നെ കാത്തു. അങ്ങനെ അതിൽ എൻ്റെ ഈശോ അമ്മയും കൂടെ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. രണ്ടാമതെന്ന് പറയുന്നത്, എൻ്റെ കക്ഷത്തിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. ആ തടിപ്പ് വന്ന സമയത്ത് ഞാൻ ആശുപത്രി പോയില്ല. വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. അപ്പം ഡോക്ടർ മാമോഗ്രാമിന് എഴുതി തന്നു. അപ്പോൾ ഞാൻ മാമോഗ്രാം എഴുതന്ന ചീട്ടും കൊണ്ട് വെച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പോകില്ല, എനിക്കിതൊക്കെ പേടിയാണ്, ഞാൻ പോകില്ല അമ്മേ എന്ന് പറഞ്ഞ ദിവസം ഉടമ്പടി തൈലം കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഡോക്ടർക്ക് കാണിക്കില്ല അമ്മേ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായി. ഒരു കൈ വന്ന് ആ കക്ഷത്ത് ഒരു മുഴയായിരുന്നു. ആ മുഴയെ വേരോടെ പിഴുത് എടുക്കുന്നതായും ആ മുഴയിൽ കൂടുതൽ രക്തം വാർന്നു പോകുന്നതായും ആ കൈ മാത്രമേ കാണാമായിരുന്നുള്ളൂ. അങ്ങനെ അത് ഞാൻ കണ്ടു. അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, യാതൊരു വിധമായ കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തിനാണ് ചികിത്സിക്കേണ്ടത് എന്ന്. അങ്ങനെ അവിടെയും മാതാവ് എനിക്ക് അത്ഭുതം നടത്തി തന്നു. അടുത്ത് ഞങ്ങൾക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ മോൾ ജർമ്മനിയിലാണ്. അവൾ നാട്ടിൽ വന്നപ്പോൾ അവൾ അവിടെ വെച്ച് നേർന്നിരുന്നു. നാട്ടിൽ വരുമ്പോൾ മാതാവിനെ വന്ന് കണ്ടിട്ട് വീട്ടിൽ വരികയുള്ളൂ എന്ന്.
അങ്ങനെ ഞങ്ങൾ നേരെ എയർപോർട്ട് വഴിക്ക് ഞങ്ങൾ 5 പേർ സഞ്ചരിക്കുന്ന ഒരു കാറ് ഇങ്ങനെ വരികയായിരുന്നു. ആലപ്പുഴയിൽ എത്തിയപ്പോൾ അവിടെ ഒരു മീൻ വണ്ടി വന്ന് ഈ കാറിലോട്ട് ഇടിച്ച് അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായി. അതിൽ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. തലയിൽ 6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പക്ഷെ വേറെ ആൾക്ക് ചെറിയ ഓരോ പോറൽ മാത്രമേ അവർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് എൻ്റെ മാതാവ് അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതാണ്. എന്നെ ആശുപത്രിയിലാക്കി. മോളും മോളെ പപ്പയും കൂടെ വന്ന് ഇവിടെ അമ്മയെ കാണാൻ വന്ന് ആ നേർച്ച അവർക്ക് നടത്താൻ സാധിച്ചു. എന്നിട്ട് എനിക്ക് യാതൊരു വിധമായ കുഴപ്പമില്ല. ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ മടിച്ചു. കാരണം 2-3 ദിവസം കൂടെ ആലപ്പുഴ ആശുപത്രിയിൽ കിടക്കണം. ഞങ്ങളുടെ നാട് നേറ്റിങ്കരയാണ്. അപ്പം മോളുടെ കല്യാണം കൂടെയാണ്. അപ്പം പിന്നെ ഞങ്ങൾക്ക് കിടന്നാൽ പറ്റില്ല, ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് എഴുതി വാങ്ങി അടുത്ത ആശുപത്രിയിൽ ചെന്ന് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അവിടെ ചെന്നിട്ട് എനിക്ക് യാതൊരു ചികിത്സയ്ക്കും വേണ്ടി വന്നില്ല. എൻ്റെ മാതാവ് നീല അങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് പിടിച്ചതാണ് എന്ന് എൻ്റെ ചേച്ചിയുടെ മോൻ പറഞ്ഞു. അവിടെ ആക്സിഡൻറ്റ് നടന്നിട്ട് ഇതുവരെയും ആരും രക്ഷപ്പെട്ടില്ലെന്നാണ് വന്നുകൂടിയ ആൾക്കാർ പറഞ്ഞതെന്ന്. ആ സ്ഥലത്ത് എൻ്റെ അമ്മ ഇറങ്ങി വന്ന് നീല അങ്കിക്കുള്ളിൽ ഞങ്ങൾ 5 പേരെയും പൊതിഞ്ഞ് പിടിച്ചു. അതിന് കോടാനുകൂടി നന്ദി അമ്മയ്ക്ക് ഈശോയ്ക്ക് അർപ്പിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ കിണറ്റിൽ ഒട്ടും വെള്ളമില്ലായിരുന്നു. വേനൽ വരുമ്പോൾ വെള്ളമില്ല, അല്ലാത്തപ്പം വെള്ളം കാണും. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ വേനൽ സമയത്ത് അടുത്ത വീട്ടിൽ നിന്നാണ് എൻ്റെ ഭർത്താവ് വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കിണറെന്ന് പറഞ്ഞാൽ നല്ല താഴ്ചയുണ്ട്, ഉറ വച്ചിട്ടുണ്ട്, കര മോശം. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് താഴ്ത്തണമെന്ന് തോന്നി ചെറിയ 5 ഉറ വെച്ച് താഴ്ത്തി. എന്നിട്ടും ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. 2-3 ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കിയിട്ടും കിണറിൽ വെള്ളമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടെ പച്ചത്തിരിയും നീലത്തിരിയും കൂടെ കിണറ്റിൻ്റെ പുറത്ത് കൊണ്ടുവച്ച് വെളുപ്പിന് 5:30 മണി സമയത്ത് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷണ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അമ്മയുടെ ഒരു കാശുരുതവും ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 2 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല ശരിക്കും വെള്ളം ഞങ്ങൾക്ക് ജപിച്ചു. ഇപ്പോൾ എത്ര വേനലുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു ശകലം പോലും വെള്ളം കുറഞ്ഞിട്ടില്ല. ഇഷ്ടംപോലെ വെള്ളം തന്ന് എന്നെ മാതാവ് അനുഗ്രഹിച്ചു. ഇത്രയും വലിയ നന്മകൾ ചെയ്തെന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എനിക്കിവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ കൊണ്ട് വീട് തോറും കൊടുക്കും, പള്ളികളിലും കൊടുക്കും. പിന്നെ അത് പോയിട്ട് അനാഥാലയത്തിൽ പോയി അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ കൊടുക്കും, പൈസ കൊടുക്കും. അതുപോലെ എൻ്റെ മുമ്പിൽ ആര് കൈനീട്ടി വന്നാലും എന്നെ ഉള്ളത് ഞാൻ കൊടുക്കും. അത് പോയിട്ട് പൊതിച്ചോറ് അങ്ങനെ വിതരണം ചെയ്യും. അങ്ങനെ ആത്മീയമായെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആത്മീയതയിലും വളരുവാൻ സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തെന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു.